പാലക്കാട് എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തിൽ വിവാദം കത്തുകയാണ്. വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വെളിപ്പെടുത്തലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതായി ഇപ്പോൾ വരുന്നത്. മദ്യ ഉൽപാദന യൂണിറ്റിനായി ഒയാസിസ് കമ്പനി വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാണ് ഒയാസിസ് കമ്പനി NOC തേടിയത് എന്നാണ് വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തന്നെ പറയുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതി അനുവദിക്കില്ല എന്ന് പ്രദേശത്തെ പ്രാദേശിക CPI നേതൃത്വം ഇതിനോടകം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അതിനാവശ്യമായ വെള്ളം നൽകാൻ കഴിയില്ല എന്നുകൂടി വാട്ടർ അതോറിറ്റി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. സർക്കാർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വാദങ്ങളൊക്കെ തള്ളുന്നതാണ് വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥരുടെ തന്നെ വെളിപ്പെടുത്തൽ. ബ്രൂവറി വിഷയത്തിൽ CPIM ഒറ്റക്കെട്ടായി എക്സൈസിനെ പിന്തുണയ്ക്കുമ്പോഴാണ് ഭിന്നാഭിപ്രായവുമായി CPI രംഗത്തെത്തുന്നത്. CPMലെ തന്നെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഭൂഗർഭജലമോ മലമ്പുഴയിലെ വെള്ളമോ പദ്ധതിക്കായി ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന ഒറ്റ നിലപാടിലാണ് CPI പ്രാദേശിക ഘടകം. സംസ്ഥാന നേതൃത്വത്തിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയെന്നാണ് CPI ലോക്കൽ സെക്രട്ടറി ചെന്താമരാക്ഷൻ പറയുന്നത്. ജനങ്ങളെ പല രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അത് ആ ആശങ്ക തീർത്തു കൊടുക്കേണ്ടത് സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു ആവശ്യം തന്നെയാണ്. അതിന് CPIയും അത് നിർബന്ധമായും ഞങ്ങൾ മേൽഘടകത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ജില്ലാ ഘടകത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അത് ആ രീതിയിൽ നീങ്ങുന്നുണ്ട്. തീർച്ചയായും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. എന്നാൽ വീണ്ടും സർക്കാരിനെ ന്യായീകരിച്ച് രംഗത്തെത്തുന്നു സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. 5 ഏക്കറിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ച് വെള്ളം കണ്ടെത്താനാണ് കമ്പനിയുടെ തീരുമാനം. വിവാദങ്ങൾക്ക് പിന്നിൽ ദുഷ്ടലാക്കെന്നും സ്പിരിറ്റ് ലോബികളുടെ പിന്തുണയോടെയാണ് വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതെന്നും MV ഗോവിന്ദൻ. ഗവൺമെന്റ് സമീപനം ഗവൺമെന്റ് പറയും. ആ ഗവൺമെന്റ് സമീപനത്തിന്റെ ഭാഗമായിട്ട് പാർട്ടി കണ്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചില ചൂഷണം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ വേണമെങ്കിൽ OS കമ്പനിയായിട്ട് ചർച്ച ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള എത്ര വെള്ളം വേണോ ആ വെള്ളം മുഴുവൻ മഴവെള്ള സംഭരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടാക്കാം, പാലക്കാട് ഉണ്ടാക്കാം. ഇതിനിടെ പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ച് മന്ത്രി MB രാജേഷും രംഗത്തെത്തി. നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാത്തത് പ്രതിപക്ഷത്തിന് ധൈര്യമില്ലാത്തതുകൊണ്ടാണെന്ന് MB രാജേഷ്. ഇത്രയും വലിയ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് ഒരു അടിയന്തര പ്രമേയം ഉന്നയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലാത്ത ഭീരുക്കളായിട്ടുള്ള പ്രതിപക്ഷം അവരാദ്യം പറയട്ടെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ അസംബ്ലി വരട്ടെ എന്ന് പറഞ്ഞില്ലേ? അസംബ്ലി വരട്ടെ എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ? എണ്ണി മറുപടി കൊടുക്കാം. മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയ ഉത്തരവ് സർക്കാർ അടിയന്തരമായി പിൻവലിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കോള കമ്പനിയെ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിച്ചവരാണ് അനുമതി നൽകിയിരിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല. പ്ലാച്ചിമടയിൽ കൊക്കക്കോളയ്ക്കെതിരെ സമരം നടത്തി കൊക്കക്കോള ഫാക്ടറിയെ പൂട്ടിച്ചവരാണ് ഇപ്പോൾ ഇവിടെ ബ്രൂവറിയും ഡിസ്റ്ററിയും തുടങ്ങാനുള്ള നടപടിയുമായി മുന്നോട്ട് വരുന്നത്. ഇതിനിടെ വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിക്കാനെത്തിയ BJP പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് തങ്ങളിൽ നിന്ന് ഒയാസിസ് കമ്പനി NOC തേടിയതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. ജലം കൊടുക്കാമെന്ന് വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പു നൽകിയിട്ടില്ല. കമ്പനിയെക്കുറിച്ചുള്ള പരാതികൾ സർക്കാരിന് കൈമാറുമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞു. നമ്മൾക്ക് ഇൻഫ്രാക്ക് പദ്ധതിക്ക് വേണ്ടിയിട്ട് 10 MLD പ്ലാന്റ് അവിടെ പ്രൊജക്റ്റ് വരുന്നുണ്ട്. അതൊന്ന് വേണമെങ്കിൽ സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. കൊടുക്കാമെന്ന് നമ്മൾ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല. ഇതിൽ സർക്കാരിന് ഇപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഡയറക്ഷനായിട്ട് റിപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതി കൊടുത്തിട്ടുണ്ട്. കൊക്കക്കോളയെ കെട്ടിച്ച ജില്ലയിലേക്ക് മദ്യ കമ്പനിയെ ക്ഷണിച്ചിരുത്തിയതിൻ്റെ പിന്നിൽ എന്താകും? പ്രതിപക്ഷത്തെ പരിഹസിച്ചതുകൊണ്ട് കുടിവെള്ളത്തിൽ മണ്ണ് വാരിയിട്ടതിൻ്റെ പാപക്കറ ഇല്ലാതാകുമോ? ബ്രൂവറിയിൽ സത്യങ്ങൾ തെളിയേണ്ടതുണ്ട്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.